ഡൽഹിയിൽ ഇനി മുതൽ ഓരോ പെട്രോൾ പമ്പുകളിലും ഇതുപോലെ ബോർഡുകൾ സ്ഥാപിച്ചത് കാണാൻ സാധിക്കും. അതായത് ഇന്ന് മുതൽ ജൂലൈ 1-ാം തീയതി മുതൽ ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം ലഭിക്കില്ല. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള CNG വാഹനങ്ങൾക്കും ഇതേ നിയമം തന്നെയാണ്. വായു ഗുണനിലവാര തോത് അത് കുറയുന്നതിൽ നിന്നും ഡൽഹിയെ രക്ഷിക്കാൻ വേണ്ടി ഡൽഹി സർക്കാർ എടുക്കുന്ന നടപടികളാണ്. ഇനി മുതൽ ഇത്തരത്തിലുള്ള കാലപ്പഴക്കം അല്ലെങ്കിൽ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങളൊന്നും പുറത്തേക്ക് ഇറക്കണ്ട എന്നുള്ളതാണ് സർക്കാർ തീരുമാനം. അത് നിരീക്ഷിക്കാൻ വേണ്ടി സെൻസറുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ പെട്രോൾ പമ്പുകളിലും. അതായത് CCTV ക്യാമറകളിൽ സെൻസർ സ്ഥാപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പഴയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സെൻസറുകൾ പ്രവർത്തിക്കും. വാഹനങ്ങൾ ഏതാണെന്ന് പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള അധികാരികൾക്കും അതുപോലെ പെട്രോൾ പമ്പ് ഉടമകൾക്കും ജീവനക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലവിൽ ഈ പെട്രോൾ പമ്പിൻ്റെ മാനേജർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭൈ ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम सुंदरपाल है जी. आप थोड़ा बता सकते हैं ये सेंसर कैसे वो जो चालू होता है, कैसे उसका वर्क कैसे होता है? ये सर जैसे पुरानी गाड़ी आएगी 15 साल पुरानी पेट्रोल की गाड़ी और 10 साल पुरानी डीजल गाड़ी आएगी तो इसमें सेंसर लगा हुआ है कैमरे में ऑटोमेटिक, तो वो अपने आप ही गाड़ी नंबर पूरा बाकायदा बोलता है कि ये पुरानी गाड़ी है तो इसको पेट्रोल डीजल नहीं देना चाहिए. सिर्फ वही सेंसर है ना? हाँ जी हाँ जी. അവിടെ ക്യാമറകൾ കാണാം. ആ ക്യാമറകളിലാണ് സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പഴയ വാഹനങ്ങൾ വന്നാൽ അതിൻ്റെ നമ്പർ പ്ലേറ്റിൽ നിന്നും ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കുന്നതാണ് രീതി. പിന്നെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, അവിടെ പോലീസുകാരും അതുപോലെ ട്രാഫിക് ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരാണ് ഈ നിയമം നടപ്പിലാക്കാൻ ഓരോ പെട്രോൾ പമ്പിലും നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ. ഇവർ ഈ വാഹനങ്ങൾ സീസ് ചെയ്തെടുക്കും. സീസ് ചെയ്യുന്നത് വാഹനങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്ക്രാപ്പ് ചെയ്യും. ഇനി ഡൽഹിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടേണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഉടമകൾക്ക് ഒരു ചലാൻ, ഒരു ഫൈനും ഫൈനും ചുമത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജൂലൈ, പക്ഷേ ഈ അവസ്ഥയിലായിരിക്കില്ല. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നവംബർ ആകുമ്പോൾ ഡൽഹിയുടെ അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് വായു ഗുണനിലവാരം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് 400-500 ഒക്കെ അടുത്ത് എത്താറുണ്ട് പലപ്പോഴും. അത് ആളുകൾക്ക് വലിയ തോതിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ദീപാവലിയോടെ സംബന്ധിച്ച് വീണ്ടും കൂടും. ഇതിൽ ഒരു തരത്തിൽ ഈ പുക കൂടാനും വായു ഗുണനിലവാരം അത് വഷളാവാനും കാരണമാകുന്നത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയുമുണ്ട്. അങ്ങനെയുള്ളൊരു കണ്ടെത്തൽ കൂടി സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാലാവധി പൂർത്തിയായിട്ടുള്ള വാഹനങ്ങൾ ഡൽഹിയിൽ ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ആളുകൾ ഇപ്പോൾ സഹകരിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസും അതുപോലെ മറ്റധികാരികളും വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജഗദീഷ് വിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.